السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് എനിക്ക് സംസാരിക്കാനിരിക്കുന്ന വിഷയം വളരെ മനോഹരവും ഹൃദയസ്പർശിയുമായതാണ്. കാരുണ്യത്തിൻ്റെ തിരുനബി, കാരുണ്യ നബിയുടെ ജീവിത സന്ദേശം. നമ്മുടെ പ്രിയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണ പ്രതീകമായിരുന്നു. അള്ളാഹു ഖുർആനിൽ നബിയെക്കുറിച്ച് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. താങ്കൾ ലോകങ്ങൾക്ക് കരുണയായി അയക്കപ്പെട്ടവനാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോടും മൃഗങ്ങളോടും സകല ജീവികളോടും കരുണ കാണിക്കാൻ വന്നവനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം സ്നേഹവും ദയവും നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം ഒരു ചെറിയ കുട്ടിയുടെ പക്ഷി കാണാതായതിനാൽ ആ കുഞ്ഞു കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനോട് ചെന്ന് പറഞ്ഞത്, നിന്റെ പക്ഷിക്ക് ദുഃഖം തോന്നുന്നുണ്ടോ? അല്ലാഹു അതിനേക്കാൾ നല്ലത് നിനക്ക് നൽകും. അദ്ദേഹം ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. ഇതാണ് യഥാർത്ഥ കാരുണ്യം. മറ്റൊരു ദിവസം ഒരുത്തി വയോധിക സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് കോപം കാണിച്ചില്ല. പകരം അവൾ രോഗിയായ അവളെ സന്ദർശിച്ചു, സഹായിച്ചു. അവൾ അതിൽ അത്ഭുതപ്പെട്ടു. ഒടുവിൽ ഇസ്ലാം സ്വീകരിച്ചു. കാരുണ്യം ഹൃദയത്തെ മാറ്റാൻ കഴിയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ കണ്ണീർ കണ്ടു. അദ്ദേഹം ഉടൻ ചോദിച്ചു, ഈ ഒട്ടകം നിനക്ക് പരാതി പറയുന്നു, അതിനെ അധികം ബുദ്ധിമുട്ടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളോട് പോലും കരുണ കാണിച്ചു. നമുക്ക് പാഠമെന്ത് കൂട്ടുകാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചത്, കാരുണ്യമില്ലാത്ത ഹൃദയം ഇരുണ്ടതാണ്. പക്ഷേ കാരുണ്യം നിറഞ്ഞ ഹൃദയം പ്രകാശമുള്ളതും സന്തോഷമുള്ളതുമാണ്. കാരുണ്യം കാണിക്കുക എന്നത് വലിയ കാര്യങ്ങളല്ല. കൂട്ടുകാരെ സഹായിക്കുക, ദരിദ്രരെ കാണുമ്പോൾ ദാനം ചെയ്യുക, മൃഗങ്ങളെ അടിക്കാതെ ഭക്ഷണം കൊടുക്കുക, മാതാപിതാക്കളോട് മൃദുവായി സംസാരിക്കുക, ഇതെല്ലാം കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളാണ്. പ്രിയ കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് കാരുണ്യത്തിൻ്റെ മാതൃകയായി എത്തിയവനാണ്. അദ്ദേഹത്തെ പിന്തുടരാൻ നമുക്ക് കഴിയണമെങ്കിൽ കാരുണ്യം ഹൃദയത്തിൽ വളർത്തണം. നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറയാം, ഞാൻ കാരുണ്യത്തിൻ്റെ തിരുനബിയുടെ അനുയായിയാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.